മുസ്ലിം ലീഗും എം.എസ്.എഫുമായി ഇടയുന്നു. ഈ ഇടയലിന് ഒരു കാരണവുമുണ്ട്. വെറുതെ ആലങ്കാരികമായി പറഞ്ഞതല്ല. എം.എസ്.എഫിലെ പ്രവർത്തകർക്കിടെ പ്രവർത്തന ഘട്ടത്തിലെ അല്ലെങ്കിൽ മെമ്പർമാരുടെ പ്രായവിവാദമാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. എം.എസ്.എഫിൽ നിലവിലുള്ള ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ നിലവിലുള്ള തീരുമാനം അനുസരിച്ച് പരമാവധി പ്രവർത്തിക്കാവുന്ന പ്രായപരിധി 30 വയസ്സാണ്. അതായത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായി എം.എസ്.എഫിൽ പ്രവർത്തിക്കാവുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. അത് 32 വയസ്സാക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് എം.എസ്.എഫുകാർ ലീഗ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. ഈ പ്രായം 32 ആക്കുന്നതോടുകൂടി പല ആളുകൾക്കും നഷ്ടപ്പെടാൻ പോകുന്ന സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് 32 വയസ്സാകുന്നതോടെ 2 വർഷം കൂടെ മുന്നോട്ട് പോകാമെന്നുള്ള കരുതലിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നവാസ് അടക്കമുള്ളവരുടെ നേതാക്കന്മാർക്ക് ഈ പറയുന്ന പ്രായപരിധി കടന്നു പോകും. കാരണം ഈ പ്രായപരിധി കടന്നു പോയി കഴിഞ്ഞാൽ ഇവർ യൂത്ത് ലീഗിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ വരുന്ന ഘട്ടത്തിൽ എന്താ സംഭവിക്കുക? യൂത്ത് ലീഗിൻ്റെ ഭാഗമായി മാറിക്കഴിയുമ്പോൾ അടുത്ത തവണയിലേക്ക് കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സീറ്റെല്ലാം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം വരും. ഇത്തരം കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു? പ്രായം കൂട്ടണമെന്ന് പറയുന്നു. മറ്റൊരു പറയുന്നു പ്രായം കൂട്ടില്ല, 28 വയസ്സായിട്ട് കുറയ്ക്കണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എം.എസ്.എഫിൻ്റെ രീതി അനുസരിച്ചിട്ട് ആദ്യഘട്ടത്തിൽ 28 വയസ്സാക്കാനൊക്കെ ആയിരുന്നു പദ്ധതി. പിന്നെ 30 വയസ്സാണ് ഇപ്പോൾ നിലവിൽ ഇവർ അംഗീകരിച്ചു പോകുന്ന പ്രായപരിധിയുടെ കാര്യങ്ങൾ. ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം.എസ്.എഫിൻ്റെ ഭരണഘടന അനുസരിച്ച് എല്ലാ വർഷവും അംഗത്വം ചേർത്ത് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. എന്നാൽ 2018 അംഗത്വം ചേർത്ത് പരിപാടികൾ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ 18-5 23 5-6 വർഷമായിട്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല. അന്നുണ്ടായിരുന്ന അതേ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഹരിത പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രായവിവാദം വലിയൊരു പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പല നേതാക്കന്മാർക്കും ഇതിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ലാത്തവരുണ്ട്. എന്നാൽ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടാത്തതിനെ തുടർന്ന് അതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന കുറേ കുഴപ്പങ്ങളാണ് ഇവിടെ ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് പ്രായം കൂട്ടിക്കിട്ടിയിട്ട് വേണം വീണ്ടും തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാനെന്നൊക്കെ തന്നെയാണ് ഇവർ കരുതുന്നത്. അതായത് ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം.എസ്.എഫിന് ചില കൃത്യമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയൊക്കെയുണ്ട്. ഈ ഭരണഘടനയിൽ പറഞ്ഞ പ്രായമൊന്നും അല്ല ഇപ്പോഴും കീപ്പ് ചെയ്യുന്നതെന്ന് തന്നെ എം.എസ്.എഫിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി ഭരണഘടന തന്നെ വായിക്കാൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം പല കാര്യങ്ങളിൽ നിന്നും ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ ഇതും മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഹരിത വിവാദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹരിത പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ ഇവർ യഥാർത്ഥ വസ്തുത പുറത്തു പറയാതെ മുന്നോട്ട് കൊണ്ടുപോയി അങ്ങ് പോവുകയായിരുന്നു. അതുപോലെ തന്നെ വനിതാ ലീഗ് നേതാക്കന്മാരോടുള്ള അവഗണനയ്ക്കെതിരെയും കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകാതെ കൃത്യമായി പോകുന്ന ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരവാഹിത്വത്തെക്കുറിച്ചെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം സീറ്റുകൾ കൊടുക്കുന്ന, അതായത് ഇപ്പോൾ ജനപ്രതിനിധികളാകുന്നതിനുള്ള പഞ്ചായത്താകട്ടെ, നഗരസഭകളാകട്ടെ, അതോടൊപ്പം കോർപ്പറേഷനുകളാകട്ടെ, ഇതിനപ്പുറം ഒന്നും കാണാൻ കഴിയാത്ത പല അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നിയമസഭയിലേക്കോ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ ലോക്സഭയിലേക്കോ ഒന്നും ലീഗിൻ്റെ വനിതാ പ്രതിനിധികൾ എത്തുന്നില്ല എന്നുള്ളത് വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായിരുന്നു. കാരണം മലപ്പുറം കോഴിക്കോട് മേഖലയിൽ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് ലീഗ്. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതിനകത്ത് ലീഗിൻ്റെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്. ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവർ കൃത്യമായിട്ട് അവന് നൽകേണ്ട മാനദണ്ഡങ്ങൾ നൽകേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സംവരണം കൃത്യമായി പാലിക്കാൻ അവർ തയ്യാറാകേണ്ടതുണ്ട്. അത് അവർ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും തയ്യാറാകേണ്ടതുണ്ട്. അതിനകത്ത് കൂടുതൽ പ്രാതിനിധ്യവും കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മതിയായ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യവും ലീഗിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയ തോതിലുള്ള കുഴപ്പം. അപ്പോൾ അവർ പറയുന്ന ആക്ഷേപം സ്ത്രീകളെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കാമെന്ന് പറയണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ വാർഡിൽ മത്സരിക്കാനും നഗരസഭയുടെ വാർഡിൽ മത്സരിക്കാനും കോർപ്പറേഷൻ്റെ ഡിവിഷനിലൊക്കെ മത്സരിക്കാനും അവസരം കൊടുക്കണം. അതൊന്നും പുറത്തേക്ക് ഇറങ്ങലല്ലേ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അല്ലെങ്കിൽ വനിതാ ലീഗിൻ്റെ മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുന്നതൊന്നും പുറത്തേക്ക് ഇറങ്ങലല്ലേ? എത്രത്തോളം പറയുന്ന സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിക്കാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ ഈ ഡയലോഗ് വിടരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമസഭയിലേക്കോ രാജ്യസഭയിലേക്കോ ലോക്സഭയിലേക്കോ ഒക്കെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പലരുടെയും പല കാര്യങ്ങളും നഷ്ടത്തിലാകും അല്ലെങ്കിൽ കഷ്ടത്തിലാകും എന്നുള്ള
ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ കൊടുക്കാത്തത്. ഇവരൊരു പ്രദേശത്താണെങ്കിൽ പോലും മെമ്പർഷിപ്പ് വിതരണം നടത്തി കൂടുതൽ ആളുകളെ ഇവർ ചേർക്കാൻ താല്പര്യപ്പെടാറില്ല. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവിലുള്ള ചില ആ നേതാക്കന്മാർക്ക് ഒരിക്കലും ആജീവനാന്തം അവിടെ ഒന്നും മാറാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടക്കാരെ മറ്റുള്ളവരെ അത്യാവശ്യം കോംപ്റ്റ് ചെയ്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നതിനപ്പുറം തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ ഇവർക്കൊന്നും മടിയാണ്. അപ്പോൾ അവർക്ക് ഇന്നും അതിനൊന്നും തയ്യാറാവില്ല, അതിനൊരു പ്രിപ്പറേഷൻ തയ്യാറാവില്ല. 2018 കഴിഞ്ഞതിന് ശേഷം പറഞ്ഞൊരു കാരണം കോവിഡ് ബാധിച്ച അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു, മഹാമാരിയുടെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഒരല്പം മാറ്റി വയ്ക്കാം തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലായിരുന്നു പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. കോവിഡും കഴിഞ്ഞു, കോവിഡിൻ്റെ മറ്റെല്ലാം കഴിഞ്ഞിട്ടും വർഷം 5ഉം 6ഉം പിന്നിട്ടിട്ടും ഒരു മാറ്റവും അവിടെ വരുത്തിയിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനയായി MSF കൂടുതൽ പ്രശ്നങ്ങളിലേക്കുമായിട്ട് മുന്നോട്ട് വരുന്നത്. കാരണം ഇപ്പോൾ പല വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും എല്ലാം മലബാർ സൈഡിലെല്ലാം ഇപ്പോൾ കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ മുൻനിരയിലുള്ള ഒരു പ്രസ്ഥാനമാണ് MSF എന്ന് പറയുന്നത്. MSF അതുപോലെ തന്നെ KSU, SFI എല്ലാമാണ് ഇപ്പോഴുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട് വളരെയധികം മാധ്യമ ശ്രദ്ധയെല്ലാം നേടി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഇവരുടെ കൂടുതൽ ജനശ്രദ്ധ ഈ MSFിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ MSFിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഭാരവാഹികളാകാനുള്ള താല്പര്യവും മറ്റു കാര്യങ്ങളും MSF പ്രവർത്തകരിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആക്ഷേപമായിട്ടല്ല അവർ ഉന്നയിക്കുന്നത്, അവരുടെ ന്യായമായ ഒരു അവകാശമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. ഇത്രത്തോളം വർഷങ്ങളായിട്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നു, ഇപ്പോഴും മതിയായ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് അവരുടെ അവനെക്കുറിച്ചുള്ള അവരുടെ ഒരു അവബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളെ നേരിടാനോ ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ ലീഗ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതാണിപ്പോൾ MSFുമായിട്ട് ഇവർ ഉടക്കിലേക്ക് വരാൻ കാരണം. കാരണം വലിയ തോതിലുള്ള വാക്പോരുകളിലേക്കും മറ്റ് രീതിയിലേക്കും കാര്യങ്ങളിലേക്കും ഇത് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അവിടുത്തെ റിപ്പോർട്ടുകളെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയോട് തന്നെ ഈ ഒരു പരിഗണന കിട്ടാതെ ലീഗ് നേതാക്കന്മാർ വലിയ തോതിലുള്ള ഒരു ജനാധിപത്യ രീതിയിലല്ലാത്ത സമീപനമാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടുവരുന്നത്. ഈ സമീപനങ്ങൾക്കെതിരെയെല്ലാമാണ് ഇപ്പോൾ MSFിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജനരോഷം അതിൻ്റെ രോഷം പൊട്ടി വന്നിരിക്കുന്നത്. വനിതാ ലീഗുകാർക്ക് പുറമെ ഹരിത വിഷയത്തിലൊക്കെ അടക്കം എല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. ആ വിഷയങ്ങളിലെല്ലാം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. സമസ്തയോടുള്ള നിലപാടിൽ പോലും നമ്മൾ സംസാരിച്ചതുപോലെ സമസ്തയോടുള്ള നിലപാടിൽ പോലും ഇവർക്കെല്ലാം വലിയ കുഴപ്പങ്ങളുണ്ട്. താൽക്കാലികമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് സമയാസമയങ്ങളിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ്. ഇതുപോലും നടക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ MSFിൽ 5 വർഷമായിട്ട് അധികമായിട്ട് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് MSFിലെ വിരുദ്ധ വിഭാഗം, ഇപ്പോൾ ഇവരോടുള്ള വിരുദ്ധ വിഭാഗം തന്നെ വളരെ ശക്തമായി തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഇതാണ്. 5 കൊല്ലത്തിൽ കൂടുതൽ ഒരു പ്രസ്ഥാനത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നത് ആ നേതാക്കന്മാർ എത്രത്തോളം വളർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. പലർക്കും ഭാരവാഹികളാൻ വലിയ പ്രവർത്തന പരിചയം ഉണ്ടെങ്കിലും ഇവർക്ക് ഭാരവാഹികളാകാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രായം ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഭാരവാഹിയായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രായം കടന്നുപോകും. അവർ യൂത്ത് ലീഗുകാരായി മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ MSFിലും മതിയായ പരിഗണന കിട്ടുകയില്ല. യൂത്ത് ലീഗിലേക്ക് ഇപ്പോൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ വളരെ മൂത്ത ലീഗുകാരുണ്ട്. അവരെ എങ്ങനെ നേതാക്കന്മാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള അല്ലെങ്കിൽ അംഗീകരിച്ച് എങ്ങനെ ഇത് ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ഒരു ആശങ്ക അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നാൽ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥ അവിടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടേണ്ട അവകാശം ഇവിടെ തന്നെ കിട്ടണം, അതല്ലാതെ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. സ്വന്തം വീട്ടിൽ കിട്ടേണ്ട പരിഗണന സ്വന്തം വീട്ടിൽ തന്നെ കിട്ടണം, അല്ലാതെ മറ്റിടത്ത് കിട്ടിയിട്ട് അതിന് കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് MSFിൻ്റെ നിലപാട്, MSFിലെ ഈ നേതാക്കന്മാരുടെ നിലപാട്. അപ്പോൾ ആ നിലപാടിനെ അംഗീകരിക്കാനോ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനോ ലീഗ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തനത്തിനും വെറുതെ തല്ലുകൊള്ളിക്കാനും റോഡിലേക്ക് ഇറക്കി വിടുമ്പോൾ MSFുകാർ തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം വരും. വിദ്യാർത്ഥി പ്രക്ഷോഭം എപ്പോഴും നല്ലതാണ്, വിദ്യാർത്ഥി പ്രക്ഷോഭം എപ്പോഴും ആവശ്യവുമാണ്. മതിയായ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെയും ആർക്കും തള്ളിക്കളയാനാകില്ല, അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇതിനുള്ള എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. വിശേഷിച്ച കേരളത്തിൽ ഇതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇവരെ ഉപയോഗിച്ച് തമ്മിൽ തെല്ലിച്ച് പോലീസുകാരുടെ ജലപരിങ്ങിയിൽ നിന്നും ലാത്തി ചാർജും എല്ലാം കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ ചോദിക്കുന്ന അവരുടെ ന്യായമായ അവകാശങ്ങൾ വിട്ടുകൊടുക്കാനെങ്കിലും ലീഗ് നേതൃത്വം തയ്യാറാകണം. അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പിളർപ്പിൻ്റെ രാഷ്ട്രീയമായിരിക്കും ലീഗിന് ഇനി കാത്തിരിക്കാനുള്ളത്.